ഞാൻ എന്റെ കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാനാണ്. കേൾക്കാം സാറേ. ആ, കേൾക്കാം ഒരു പാസ്റ്ററെ, കാര്യം കേൾക്കാം. ഓർമ്മപ്പെടുത്താം. പ്രിയ ലീ സിസ്റ്റർ പറഞ്ഞു, അല്പം മുമ്പ് ഞങ്ങള് ഒരു മറ്റൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു, കെ അച്ചായന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. നമ്മുടെ സഹോദരൻ ഫഹദ് അവിടെ വന്നിരുന്നു. ഞാന് പുതുതായി എടുത്ത ഒരു തീരുമാനമല്ല. നേരത്തെ മുതലേ ഉള്ള ഈ ചർച്ചകളിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. പ്രിയ സഹോദരൻ മുഹമ്മദ് ഈസ എക്കാലഘട്ടത്തിലും ഈ തൃത്വം ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. തൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം രണ്ട് വിധത്തിലാണ്. നിങ്ങൾ തൃത്വവിശ്വാസിയാണെങ്കിൽ അദ്ദേഹം ബൈബിളിലെ വാക്യം എടുത്തിട്ട് അതിന് വിപരീതമായി സംസാരിക്കും. നിങ്ങൾ വണ്ണസ്സുകാരനാണെങ്കിൽ ആ വണ്ണസ്സുകാർക്ക് നേരെ തൃത്വം പറയും. ഇത് ഞാനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ഈസ തൃത്വവാദികൾക്കെതിരെ പറയുമ്പോൾ വണ്ണസ്സുകാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ഇപ്പുറത്ത് പറയുമ്പോൾ ട്രിനിറ്റിക്കാർ കുറെ പേര് ഈസയെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു പോസ്റ്റ് അന്ന് FB ഇട്ടു, ഈസയുടെ തന്ത്രം തിരിച്ചറിയുക, അയാള് വണ്ണസ്സുകാരുടെ തൃത്വവും തൃത്വക്കാരുടെ വണ്ണസ്സുമാണ് പറയുന്നത്, തിരിച്ചും മറിച്ചും. അപ്പൊ എന്താ അതിന്റെ ലക്ഷ്യം? അപ്പൊ അദ്ദേഹം വായിച്ച ബൈബിളിൽ നിന്ന് അദ്ദേഹത്തിന് ട്രിനിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ? വണ്ണസ് അല്ലേ? അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ പറയുന്നല്ലോ, വണ്ണസുമല്ല, യഹോവ ദൈവം, യേശു ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവ്, യഹോവ സാക്ഷിക്കാരന് കൃത്യം നിർവചിക്കാൻ പറ്റില്ല. ഇപ്പൊ റൂഹുൽ ഖുദൂസ് എന്ന് പറഞ്ഞ പോലെ ഇതൊന്നുമല്ലാത്ത മറ്റൊരു മതം അദ്ദേഹം സ്വീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. ഞാന് ഒരു അനുബന്ധ സന്ദർഭം കൂടെ പറയാം. ഒരു 15 വർഷം ഏകദേശം അത്ര ആയിട്ടുണ്ട്, അല്ല 15നും 10നും ഇടയ്ക്കുള്ളൊരു കാലയളവ്. അന്ന് പെരുമ്പാവൂരിൽ ഞാൻ ഒരു ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷന് വചനം പ്രസംഗിക്കാൻ പോയതാണ്. സിജോ ബ്രദറിനെ നേരത്തെ അറിയാം. അദ്ദേഹത്തിന്റെ ആഹ്വാനം അനുസരിച്ച് മുഹമ്മദ് ഈസയെ ആദ്യം നേരിൽ കാണുകയാണ്. അന്ന് FB ഉണ്ട്, പക്ഷെ ഇങ്ങനെ ചർച്ചകളൊന്നും സജീവമല്ല. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ ഏർപ്പെട്ടു. അതിനു മുമ്പ് ഡിബേറ്റിന് ഞാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ആ കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. അത് വേറൊന്നുമല്ല, നിങ്ങൾ ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഞങ്ങളൊരു ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ആ സ്റ്റാൻഡ് അറിയണമല്ലോ, നിങ്ങളുടെ ഗ്രൗണ്ട്. ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു അപേക്ഷ വെക്കുകയാണ്, എന്നെ ആ കേസിൽ നിന്ന് ഇത്രാം തീയതി വരാൻ എനിക്ക് കഴിയില്ല എന്ന് വെക്കുമ്പോൾ അതിന്റെ ഗ്രൗണ്ട്, ഏത് സ്റ്റാൻഡിൽ നിന്ന ഈ അപേക്ഷ? എന്തിനു പോവാ നിങ്ങൾ? എവിടെ പോവാണ്? എന്താണ് കാരണം? അപ്പോൾ ഞാനതിന് പറയുന്ന ഒരു ഉദാഹരണം, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കോർട്ടിൽ വിളിക്കുന്നു ലാവ്ലിൻ കേസിൽ. അന്ന് PB നടക്കുന്നു, അടിയന്തര പ്രാധാന്യമുള്ള. അദ്ദേഹത്തിന് PBക്ക് പോവാം. കാരണം അത് ഉത്തരവാദിത്തമുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ യോഗം നടക്കുന്നു എന്ന ഒരു ഗ്രൗണ്ടിൽ അപേക്ഷ കൊടുത്ത് അത് കിട്ടാനുള്ളതേ ഉള്ളൂ. കോടതിക്ക് തള്ളിക്കളയാം, അത് വേറെ കാര്യം. പക്ഷെ കിട്ടാനാണ് സാധ്യത ഏറെ, 90%. അപ്പോൾ ഒരു ഗ്രൗണ്ട് പ്രശ്നമാണ്. ചുമ്മാ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കോടതി അവധി തരികയല്ല. അപ്പൊ നിങ്ങളുടെ രീതിയിൽ ഡിബേറ്റിന് വരുന്ന വ്യത്യസ്ത ഗ്രൗണ്ടിലെ ആളുകളാണ്. കാരണം ട്രിനിറ്റി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ട്രിനിറ്റി വിരോധം ഏത് വിധം എന്നറിയേണ്ടതുണ്ട്. ഉദാഹരണം, യഹോവ വിറ്റ്നസിനോട് പറയാനുള്ളതല്ല ഞങ്ങൾക്ക് വണ്ണസ് പെന്റക്കോസ്റ്റൽസിനോട് പറയാനുള്ളത്. ഇതല്ല കുരുവിള സാറിനോട് പറയാനുള്ളത്. അപ്പൊ ട്രിനിറ്റി ഒന്നല്ലേ? ട്രിനിറ്റി ഒന്ന് തന്നെയാണ്. പക്ഷെ ട്രിനിറ്റിയിലെ ചില വിഷയങ്ങളെയാണ് ഓരോരുത്തരും എയിം ചെയ്യുന്നത്. ഉദാഹരണം, വണ്ണസ് പെന്റക്കോസ്റ്റൽസ് യേശുവിന്റെ ദൈവത്വം നിരസിക്കുന്നില്ല, മനുഷ്യത്വവും നിരസിക്കുന്നില്ല. അപ്പൊ അവര് നിരാകരിക്കുന്നത് 3 പേഴ്സൺ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഡിബേറ്റ് അവിടെ വരുന്നുള്ളൂ. 3 പേഴ്സൺസ് ആണോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്? ഇതേ വരുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ UPC ആണോ, വണ്ണസ് പെന്റക്കോസ്റ്റലാണോ? ഒരു യേശു എന്ന് പറഞ്ഞാൽ പിന്നെ പണി എളുപ്പമാകും, അതിനാ സമയം പോകത്തില്ല. അതല്ല, ഞാൻ നിഷ്പക്ഷവാദിയാണ്, അങ്ങനൊന്നും ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞ ചർച്ച പോകത്തില്ല. കാരണം ഞങ്ങൾ പറയുന്നത് അവിടെ ആവശ്യമില്ലാത്തൊരു മറുപടി ആയിരിക്കും, അദ്ദേഹത്തിനോട് വേണ്ടാത്തൊരു കാര്യമായിരിക്കും ഞങ്ങൾ പറയുന്നത്. ഞാൻ ആളിനെ അറിയില്ല. രണ്ടാമത്, ഒരു യഹോവ സാക്ഷിക്കാരനാണ് എതിരെ വരുന്നതെങ്കിൽ അയാൾ യേശുവിന്റെ ദൈവത്വം വിശ്വസിക്കുന്നില്ല, യേശുവിന് ആരംഭമുണ്ടെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ നമ്മളെപ്പോലൊരു മനുഷ്യനുമല്ല, ഈ രൂപത്തിലൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ പറയാത്ത വണ്ണസുകാരോട് ഞങ്ങൾ ഇത് തെളിയിച്ചുകൊണ്ടിരിക്കാൻ ഒക്കൂല.
അപ്പം ഞങ്ങൾ നിങ്ങൾ പറയുന്ന യേശു ദൈവവും മനുഷ്യനുമാണ് ഒരേ സമയം എന്ന് പറഞ്ഞിട്ടേ 3 പേഴ്സൺസ് എന്ന ആശയത്തിലേക്ക് കിടക്കാൻ പറ്റൂ. കാരണം മനുഷ്യനായിട്ടൊരാൾ തൃത്വത്തിൽ നിൽക്കാൻ പറ്റില്ല, തൃത്വത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല. പക്ക മനുഷ്യൻ മാത്രമാണെങ്കിൽ ദൈവമായിരിക്കണം. അപ്പൊ ഇവിടെ മുതൽ ചർച്ച ആരംഭിക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ്, നിങ്ങൾ എങ്ങനെയാണ് ട്രിനിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശദീകരണം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖുറാനിൽ എവിടെങ്കിലും ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ആശയം നിരസിക്കപ്പെടുന്ന ഒരു ഭാഗം തരാമോ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഉത്തരം അറിയില്ലേ, നിർത്തിയേക്ക്. നിങ്ങളുടെ കാര്യം ഒന്ന് പറയും, ഇത് ന്യായമാണ്. അപ്പൊ ഇത് ഏറ്റവും ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ് ഉസ്താദിൻ്റെതായ ഒരു ക്ലിപ്പ് വന്നു. വളരെ മാന്യമായ ഒരു പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: നമ്മൾ വെറുതെ പോയിട്ട് ഈ ഭഗവത്ഗീതയെ ബൈബിളിനെയൊക്കെ വിമർശിച്ചപ്പോൾ അവര് നമ്മുടെ മതഗ്രന്ഥത്തിൽ വന്ന് നമ്മളെയും വിമർശിച്ചു. അപ്പൊ നമുക്ക് വികാരം ഇളകിയിട്ട് കാര്യമുണ്ടോ? ഒരു ചെറിയ ക്ലിപ്പ്. അപ്പൊ ഞാനിത് ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്തതിന്റെ താഴെ മുഹമ്മദ് ഈസ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാദം എഴുതി. അതെന്താണ്? ഇതല്ല വാസ്തവം, ഈ ഉസ്താദ് വിവരക്കേട് പറയാണ്, ഇത് തുടങ്ങി വെച്ചത് വില്യം കേറിയൊക്കെയാണ് എന്ന രൂപേണാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടു. വില്യം കേരിയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മളൊക്കെ ഇന്ന് കൈകാര്യം ചെയ്യുന്ന നിലയിലുള്ള ഒരു വിമർശനത്തിന് കൂടിയാൽ 1.5 പതിറ്റാണ്ടിന്റെ പ്രായമേ ഉള്ളൂ. ശക്തമായിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വന്ന ശേഷമേ ഉള്ളൂ. ഇച്ചിരി മുമ്പുണ്ട് വീഡിയോ ഒക്കെ ഞങ്ങൾ ഇറക്കിയായിരുന്നു. അതിനു മുമ്പ് ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരുന്നത് ഖുറാനിലൂടെ ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മാർക്കാസുൽ ബിഷാറയും നൂറുൽ അലാം മിനിസ്ട്രിയും മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളൊക്കെ ചെയ്തത് ഇങ്ങനെയായിരുന്നു. അന്ന് ഉള്ള അപ്പോളജിസ്റ്റുകൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും ഈ രൂപത്തിലായിരുന്നു. യേശു മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠൻ, ഖുറാന്റെ സാക്ഷ്യം, ബൈബിളിന്റെ സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾ ഇന്ന് ഖുറാന്റെ സാക്ഷ്യം എടുക്കുന്നില്ല, ഞങ്ങൾ അതിനെ ടോട്ടലി നെഗ്ലക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വിമർശനം അതിനധികം പ്രായമില്ല, അന്തർദേശീയ തലത്തിലൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനം നിങ്ങൾ അകാരണമായി ബൈബിളിൽ വന്ന് അതിൽ നടത്തിയ വിമർശനം കൊണ്ടാണ്. അതിനു മുമ്പുള്ളത് ഡയലോഗുകളോ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസോ ആണ്. അല്ലെങ്കിൽ KK അലവി എവിടെങ്കിലും PP അലവിയോ KK അലവിയോ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും മുഹമ്മദിനെയോ ഖുർആനെയോ ഇന്ന് ഞങ്ങൾ ചെയ്യും വിധമുള്ള ഒരു വിമർശനം നടത്തിയ തെളിവിടാമോ? ഇല്ല. അപ്പൊ അതില്ല. അപ്പൊ അത് തിരുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. മുഹമ്മദ് ഈസ ചോദിക്കും, ഞങ്ങൾ കൊടുക്കും എന്നായിരുന്നു എന്റെ ഹെഡിങ്. ഈസ ആകെ തകിടം മറിച്ചിട്ട് പറയാണ്, ഈസ ആകാംക്ഷയോടെ കാത്തിരുന്നു ഈ ഞാൻ ചോദിച്ചതിന് മറുപടി വല്ലതും ആണോ എന്ന്. ആ മറുപടി ഒന്നും ഉണ്ടായില്ല. ഈസ ചോദിച്ചതിന് മറുപടി അല്ലത്. ഈസ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല്ലു വാങ്ങാൻ കാരണം അദ്ദേഹമാണ് എന്ന നിലയിൽ ചെയ്തൊരു വിടിയാണ്. എന്നിട്ട് 3 ചോദ്യം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. ആ ചോദ്യത്തിൽ ഒന്ന്, ഈ സ്ത്രീയകത്വം സംബന്ധിച്ച് ക്രൈസ്തവരെല്ലാം മോഡലിസമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല മോഡലിസം. ഞങ്ങൾ പറഞ്ഞ ട്രിനിറ്റി തന്നെയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ട്രിനിറ്റിയെ കുറിച്ച് കൃത്യമായ ധാരണയിൽ അല്ല സംസാരിക്കുന്നെങ്കിൽ ചാക്കോപ്പാസ് പറഞ്ഞ പോലെ തിരുത്തിയിരിക്കും. അവരെ അത് അംഗീകരിക്കില്ല ഒരിക്കലും. അപ്പോഴേ ആ കൈക്ക് ഇത് കണ്ണിക്കും. മൊട്ടായാലെ വെള്ളയൊക്കെ ഇപ്പൊ ചാക്കോപ്പാസ് പറഞ്ഞു, അല്ലെങ്കിൽ സൂര്യന്റെ 3 രൂപങ്ങൾ, ഇതൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ബിബ്ലിക്കലി ഞങ്ങൾക്കത് പറയാൻ അറിയാമല്ലോ, ഞങ്ങളത് ബിബ്ലിക്കലി എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഇത് ആരാണ് ചോദിക്കുന്നത് അതിനെ ആസ്പദമാക്കി മറുപടിയുടെ ശൈലി മാറും, അപ്രോച്ച് മാറും, അതിന്റെ ഡെപ്ത് ഇതെല്ലാം മാറും. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഇനി അടുത്ത വിഷയം അദ്ദേഹം പറയുന്നത്, 2ാമത്തെ ചോദ്യം, പഴയ നിയമത്തിലെ യഹോവയും പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു ഒരാളാണോ? ഇന്നും വരെ ആരും മറുപടി പറഞ്ഞിട്ടില്ലെന്നാണ്. ഇതൊക്കെ എന്തൊരബദ്ധമാണ്. ഇതിനെന്ത് പ്രത്യേകിച്ച് ഒരു മറുപടി? കാരണം പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെ അതിന്റെ മേജർ ഭാഗങ്ങളിൽ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ അത് കഴിഞ്ഞ് പല ഭാഗങ്ങളിൽ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് യാഹ്വയുടെ റൂഹയാണ്. ഞങ്ങൾക്ക് എന്താ അതിൽ സംശയം? അതിലും സംശയമില്ല. അത് എന്താണ് പുതിയൊരു ചോദ്യം പോലെ ചോദിക്കുന്നത്? ഇനി അടുത്തൊരു കാര്യം, അത് അദ്ദേഹത്തിനോട് ചേർത്ത് പറഞ്ഞത്, പഴയ നിയമത്തിൽ പറയുന്ന യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, അവിടെ കാണുന്ന ഇഷ്യൂസ് യേശുക്രിസ്തുവിനും കൂടെ ബാധകമല്ലേ? അതേപോലെ പറയുന്ന യേശു എല്ലാം കൂടി ആലോചിച്ച് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഒരു ചോദ്യമാണ്. കമ്മിറ്റി കൂടുന്ന പോലെ. അപ്പൊ ഇവരുടെ ചില കമ്മിറ്റികളുണ്ടല്ലോ, എന്നാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഈ തവരിയൊക്കെ കൂടി ഇരുന്ന് വർഷങ്ങൾ 300 കൊല്ലം കൊണ്ട് തീരുമാനിച്ച കാര്യം പോലെ എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഇത്തരത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് കൂടിയാലോചന നടത്തി ചെയ്തതാണോ ഈ യുദ്ധങ്ങൾ അന്നത്തെ? ആദ്യം മനസ്സിലാക്കുക, ബൈബിളിൽ ദൈവം സപ്പോർട്ട് ചെയ്ത യുദ്ധങ്ങൾ ഒരു രാജാവും ആ രാജ്യത്തിന്റെ നീതിക്കും വേണ്ടി ആ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പറയുക, അതല്ലെങ്കിൽ ഭക്തന്മാരായ യഹൂദന്മാർക്കിടയിലേക്ക് അന്യമത ചിന്തകളോ അന്യ ആരാധനകളോ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ പറയുകയാണ്. പിന്നെ അമാലേക്കറ്റ്സിനെ പോലെയുള്ള ആളുകളെ വധിക്കുന്നത് അവർക്കിടയിൽ നടന്നിരുന്ന ഊർവരതാ പൂജ, ഫെർട്ടിലിറ്റി കൾട്ട്, ലൈംഗികതയിൽ അധിഷ്ഠിതമായ ആരാധന ജീവചര്യാക്കിയ, ഇപ്പൊ ചാക്കോബാഷ പറഞ്ഞ പോലെ തൊവാഫൊക്കെ നടത്തുന്ന പരിപാടിയല്ല ഇത് തന്നെയായിരുന്നു പണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ രോഗം പരത്താൻ ഇടയുള്ളത് കൊണ്ട് ആ ജാതിയെ മുഴുവൻ, ആ സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമായി സമ്പർക്കപ്പെടുന്നവരെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം, ദൈവം പറഞ്ഞിട്ടുണ്ട് കൊല്ലാൻ, യുദ്ധം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി യേശുവിനുണ്ടോ? യേശു അവസാനം കൊല്ലുന്നുണ്ടല്ലോ മനുഷ്യരെ. എന്താ സംശയം? ഇന്ന് മരിച്ച വ്യക്തിയുടെയും മരണത്തിന് ദൈവമാണ് ഉത്തരവാദി. അതിൽ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇനി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, ഒരു വിശ്വാസിക്കും ഒരു നിരീശ്വരനും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത പതിനായിരക്കണക്കിന് മരണങ്ങളുണ്ട്. RCCയിലൊക്കെ മരിക്കുന്നു കുഞ്ഞ്. യേശുവിന് ഉത്തരവാദിത്തം ഇല്ലേ? ഉണ്ട്. സംശയം എന്താ ഇരിക്കുന്നത്? പിന്നെ അതിന്റെ പൊരുളെന്ത്, വസ്തുത എന്ത് എന്ന് പരിധി വിട്ട് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കാനേ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് ഖുറാനെ വിമർശിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് ബൈബിളിലെ യുദ്ധങ്ങൾ ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല? ബൈബിളിലെ യുദ്ധം ന്യായീകരിക്കേണ്ട ബാധ്യതയില്ല. അത് യുദ്ധത്തിന്റെ സമീപനം എന്ത്, കാര്യങ്ങൾ എന്തെന്ന് നോക്കിയിട്ടാണ്. അവിടെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിച്ചേ പറ്റൂ. യുദ്ധത്തിൽ മനുഷ്യൻ മര്യാദ വിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അപലപിച്ചേ പറ്റൂ. ദൈവം പറഞ്ഞതിന് പുറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല. അതിന് മറ്റൊരു കാര്യം, ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും തൂക്കിക്കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന ഉത്തരം. പക്ഷെ നമുക്ക് വേണ്ടിയാണ് സർക്കാർ തൂക്കുന്നത്. സർക്കാരെ അമീർ ഹുസൈനെ തൂക്കുകയാണ്, അതല്ലെങ്കിൽ മറ്റേ അഫ്സൽ ഗുരുവിനെ തൂക്കിയാൽ അതിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങളും ഞാനും കൊടുത്ത പണം ഉപയോഗിച്ചാണ് ആരാച്ചാർക്ക് ശമ്പളം കൊടുത്ത് രാജ്യം നീതി നടപ്പിലാക്കിയത്. കാർഗിൽ യുദ്ധം നടത്തുന്നതിനകത്ത് നിങ്ങൾക്കും എനിക്കും എല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വോട്ട് ചെയ്യുന്ന, നികുതി അടയ്ക്കുന്ന, ഇന്ത്യയിൽ പിറന്ന നമുക്കെല്ലാതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം വാറ് വേറെ, വെറും യുദ്ധം വേറെ, വെറും അടി വേറെ. ഇത് രണ്ടും രണ്ടായിട്ട് കാണണം. വാറിന്റെ ഒരു നീതിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ അതാണ് ചോദിച്ചത്. ഏകദേശം 100-ൽ താഴെ, 80-നും 100-നും ഇടയ്ക്കുള്ള യുദ്ധങ്ങൾ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര യുദ്ധത്തിൽ നീതി ഉണ്ടായിരുന്നു? അതേ എവിടെയും ഭരണാധികാരിയായിരുന്നോ? ആരാണ് അദ്ദേഹത്തെ ഭരണാധികാരിയാക്കിയത്? എന്ത് ട്രഡീഷനിലാണ് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ സർവാധികാരിയായിരുന്നോണ്ട് യുദ്ധം ചെയ്യുമെന്ന് പറയുക? ഇങ്ങനെ ഇരുന്നിട്ട് അടുത്തൊരു രാജ്യത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ കത്ത് കൊടുക്കുക. ആ കത്ത് അനുസരിക്കാതെ വരുമ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് പോവുക. യുദ്ധത്തിൽ അന്യരുടെ വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുക. അതിൽ നല്ലൊരു ഭാഗം മുഹമ്മദിനും കുടുംബത്തിനും വേണ്ടി മാറ്റുക. അതുകൂടാതെ തന്നെ അന്യ ആളുകളെ അടിമകളാക്കിയിട്ട് അവരുടെ ജസിയ എന്ന നികുതി പിരിക്കുക. ഇതും എങ്ങനെയാണ് ദാവീദ് ചെയ്ത യുദ്ധവും ഇതും കൂടെ തുല്യമാകുന്നത്? എങ്ങനെയാണ്? രണ്ടും രണ്ട് കാര്യമല്ലേ? ഒരു ഡൈനസ്റ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെ ഭരിച്ച ഒരു രാജാവും ആളുകളെ കൊള്ളയും കൊലയും പഠിപ്പിച്ച വഴിയിലൂടെ പിന്നീട് ഒരു സ്ഥാനത്തായി തീർന്ന ഒരു മനുഷ്യനും രണ്ടായിട്ട് കാണണം. ഇതേ പറഞ്ഞുള്ളൂ. ഇത് രണ്ടും വ്യത്യാസമാണ്. ഈ വ്യത്യാസം ഒന്നിച്ചു കൂട്ടിക്കുഴച്ച് ചിന്തിക്കുക. ഇനി മൂന്നാമത്തെ ഒരു വിഷയം കൂടെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൂടെ പറഞ്ഞത് എന്തെന്നാല് രസകരമാണ്. അത് വളരെ, ജെറുസലേമിലെ ക്രിസ്ത്യാനിറ്റി എന്നെങ്കിലും പൗലോസിനെ അംഗീകരിച്ചിരുന്നു. അവർ രണ്ടും രണ്ട് വഴിക്കായിരുന്നില്ലേ എന്ന തരത്തിൽ ഒരു നരേഷാണ്. ഇതൊക്കെ തീരെ ബാലിശമാണ്. അതിന് ഉത്തരം കൊടുത്താണ് വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ജഡ്ജി വൈകിട്ടിരുന്നുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇതിലെ ഫ്ലവേഴ്സിലൊക്കെ ഇരുത്തി പാട്ട് പാടിച്ചിട്ട് സംഗതി വന്നില്ല എന്ന് പറഞ്ഞ പോലെ എന്ന് ഇവർ പറയും. ഉത്തരം വന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. അപ്പൊ ഈ മൂന്നിനും ഉത്തരം തരാം ഇനിയും വേണമെങ്കിൽ. പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നറിയണ്ടേ? നിങ്ങൾക്കിത് സംബന്ധിച്ച് ധാരണയില്ലാത്തെന്താ? ഞങ്ങൾക്ക് ഖുറാനെ പറ്റി വ്യക്തമല്ലേ ധാരണ? സകല ക്രൈസ്തവർക്കും അറിയാം ഖുറാൻ ദൈവവചനം അല്ല. അതാ ധാരണ. 1% അതിൽ ദൈവവചനം ഇല്ല. കുറെയൊക്കെ ഈ കോപ്പി അടിച്ചാലും കിട്ടേണ്ടതാ, കോപ്പി അടിച്ച വഴിക്കും. അതും ഒരു സമർത്ഥന്റെ കോപ്പി അടി അല്ലാത്തതുകൊണ്ട്. കോപ്പി അടിക്കുന്നതിനും അല്പം വിവരമില്ല, ചില കാര്യങ്ങൾ തെറ്റിപ്പോവും. എന്തിനാ ഉത്തരം എഴുതിയെന്ന് പോലും തെറ്റിപ്പോവും. അതാണ്. അങ്ങനെ പോലും ഒരു സൂക്ഷ്മാംശങ്ങളിൽ നോക്കിയാൽ പോലും ഒരു 0.1% പോലും ഞങ്ങൾക്ക് ഖുറാൻ ദൈവവചനം അല്ല. അതാണ് കാര്യം. ഭഗവത്ഗീത ഞങ്ങൾക്ക് ദൈവവചനമല്ല, രാമായണം ദൈവവചനമല്ല, ബൈബിൾ ഒഴിച്ചൊന്നും ഞങ്ങൾക്ക് ദൈവവചനമല്ല. അപ്പൊ ഇതിലൊക്കെ കുറെ ഗുണപരമായ പാഠങ്ങളുണ്ടോ? പിന്നെന്താ, ഗുണപരമായ പാഠങ്ങളൊക്കെ ഈ പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. പലരെ ശാസനകളിൽ
അധ്യയനങ്ങളിലൊക്കെ ഗുണപരമായതുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ഓപ്ഷണലാണ്. മനുഷ്യന് വേണമെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാം. ഗുണപരമായ കാര്യങ്ങളും ധാർമ്മിക ചിന്തകളും ഒക്കെ ഫോളോ ചെയ്യാം. പക്ഷെ വചനത്തിന്റെ പ്രസക്തി അതിനില്ല. അത് ഞങ്ങൾക്ക് ഹോളി ബൈബിളാണ്, അതിന് നിലപാടാണ് ഞങ്ങളുടെ. ഇതുപോലെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നിട്ടല്ലേ ആൻസറിന് പ്രസക്തിയുള്ള. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത, അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാളോട് എങ്ങനെ നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യും? അതല്ല ചോദിക്കുന്നേ. ഈ കൊല നടത്തുന്ന നക്സലുകളോട് ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടോ? അപ്പൊ അവർ ഒരുതരം വരണ്ട മറുപടിയൊക്കെ പറഞ്ഞങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നോക്കുന്നേ, നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ചർച്ചയിൽ അർത്ഥമുള്ളൂ. ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഭരണഘടനാ വിശ്വാസം ഉണ്ടാകണം. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എന്താണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞ വസ്തു? നിങ്ങളുടെ നബി എന്താണ് അതേപ്പറ്റി പഠിപ്പിച്ചത്? ആ പഠിപ്പിക്കൽ തന്നെയാണോ നിങ്ങളുടെ പഠിപ്പിക്കൽ? എക്സാമ്പിൾ, ഈ പോൾ എന്ന മനുഷ്യന്റെ 13 ലെറ്റേഴ്സ് നമ്മുടെ പക്കലുണ്ട്, എപ്പിസൽസ്. അപ്പൊ ഈ 13 എപ്പിസൽസിൽ more than 13 എപ്പിസൽസ് 14 കൂട്ടിക്കൊള്ളൂ. അപ്പൊ ഇത്രയും ലേഖനങ്ങൾ എഴുതുകയും ക്രിസ്ത്യാനിറ്റിക്ക് വ്യക്തമായ രൂപരേഖയും ഘടനയും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് പൗലോസ്. ഈ പൗലോസിനെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പറയുന്നത് മാനവരാശിയുടെ ശത്രു, സകല തിന്മയുടെയും കാരണക്കാരൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്ര അപകടകാരിയാണെങ്കിൽ, ഈ ക്രിസ്ത്യാനിറ്റിയെ മറിച്ചു കളഞ്ഞത് അദ്ദേഹമാണെങ്കിൽ, എറുസലേമിന്റെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ IPH ഒക്കെ പുസ്തകം ഇറക്കുന്നുണ്ട്. എന്തുകൊണ്ടൊരു വാക്ക് അള്ളാഹു ഉരിയാടിയില്ല പൗലൂസിനെതിരെ? എന്തുകൊണ്ടൊരു വാക്ക് ഇത്ര മോശപ്പെട്ട ആളിനെതിരെ, മനുഷ്യരാശിയെ മറിച്ചു കളഞ്ഞ, അല്ലെ വേറൊരു സുവിശേഷം കൊണ്ട് പ്രസംഗിച്ച, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ദൈവമാക്കിയ, ഇത്രയും ക്രിസ്ത്യാനിറ്റിയെ വഴിതിരിച്ചു വിട്ടു എന്ന് നിങ്ങൾ പറയുന്ന പൗലൂസിനെതിരെ ഒരു ഹദീസ് കാണിക്കോ? ഒരു വാക്ക് കാണിക്കോ? ഒരു ശബ്ദം ഖുറാനിൽ നിന്ന് കേൾപ്പിക്കോ? ഇതില്ലെന്നാണ് പറഞ്ഞത്. ഇത്ര വസ്തുതാപരമായി കാര്യങ്ങൾ കിടന്നിട്ടും ഇവരുന്നയിക്കുന്ന കാര്യങ്ങൾ അമുസ്ലിം ചോദ്യങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഞങ്ങളുടെ വാദം വെച്ചാൽ അൽക്കുടത്തോടത്തിന്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം വാദമാണ്. എന്നും ചോദിക്കുന്ന വാദം ഇതാണ്. ഇതിന് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തവരോട് എന്താണ് പറയുക? നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവട്ടെ. പ്രിയ സഹോദരൻ ഫഹദ് ഇന്ന് അവിടെ വന്ന് വളരെ ശാന്തനും സൗമ്യനുമായിട്ടൊക്കെയാണ് മറുപടി പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിരിക്കാം. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ, 1400 വർഷങ്ങളിലെ നിങ്ങളുടെ നിലപാട് കൊണ്ട് നിങ്ങൾക്ക് അരിച്ചു കുണിച്ചു പഠിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, ഖുറാൻ മനഃപ്പാടമാക്കിയ പണ്ഡിതന്മാരുണ്ടല്ലോ. ഇതുകൂടാതെ ഹദീസ്, നിദാന ശാസ്ത്രം, കർമ്മശാസ്ത്രം, എത്രയോ ശാസ്ത്രങ്ങൾ കിടക്കുന്ന കൂടെ നിങ്ങൾക്കൊരു ബൈബിൾ പഠനശാസ്ത്രം വേണം. അതായത് എന്താണ് ഈ ബൈബിൾ എന്ന് നബിയെയും ഖുറാനെയും ഉദ്ധരിച്ചു പറയാൻ വേണ്ട ആത്മാർത്ഥത. അല്ല ചുമ്മാ നിന്നുകൊണ്ട് MM അക്ബർ പറഞ്ഞാൽ ഉത്തരാവുമോ? ഈവൻ മുഹമ്മദ് പറഞ്ഞ, സോറി, നമ്മുടെ എന്താ ഉമർ പറഞ്ഞാൽ ഉത്തരാകുമോ? ഉമറൊക്കെ വീട്ടിലിരിക്കട്ടെ. ആരുമാണ് ഉമർ ഈ ഖുറാന്റെ കാര്യത്തിൽ പറയാൻ? ഉമറിനൊന്നും അതോറിറ്റി ഇല്ല. വല്ല നബിയരിയെ കുറിച്ചും അദ്ദേഹം പറയട്ടെ. അപ്പൊ ഖുറാനെ കുറിച്ച്, തൗഹീദിനെ പറ്റി ഇതൊക്കെ പറയേണ്ട ആളാരാ കൃത്യമായിട്ട് പറയണ്ടേ? ഒന്നിൽ അല്ല, അല്ലെങ്കിൽ അള്ളാടെ എന്ന് പറയുന്ന ഖുറാൻ, ഇതും അല്ലെങ്കിൽ അത് കൊണ്ടുതന്ന മലക്കോ മുഹമ്മദോ. ഇത്രയും പേർക്കും ഇല്ലാത്ത അഭിപ്രായമല്ലേ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇസ്ലാമിക വിമർശനവും? ഞാനിതേ പറഞ്ഞുള്ളൂ. ശരി, ഞാനിത് ചാക്കോ പാസ്റ്റർ ആ വഴിക്ക് വന്നു, ഒപ്പം നമ്മളുടെ ലീ സിസ്റ്റർ ഇത് ഒന്ന് സൂചിപ്പിച്ചു. ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നുകൊണ്ട് പറയാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാമല്ലോ? ഉണ്ട് മാസ്റ്റർ, കേൾക്കാം കേൾക്കാം പറയൂ. കേൾക്കാം കേൾക്കാം. ആ, ഈ അള്ളാഹു പദാർത്ഥാതീതനോ പദാർത്ഥ അധിഷ്ഠിതനോ എന്നൊക്കെയുള്ള ചോദ്യം ഗൗരവമുള്ളതാണ്. ഇത് രവീസി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ദൈവത്തിന് തന്നെക്കാൾ വലിയൊരു കല്ലുണ്ടാക്കാൻ പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത്, ബൈബിൾ ഞങ്ങൾക്ക് നിലപാടുള്ള ഈ കാര്യത്തിൽ, ബിക്കോസ് ഗോഡ് ഈസ് സ്പിരിറ്റ്, പദാർത്ഥ അതീതനാണ് ദൈവം. അങ്ങനെ കല്ലുപൊക്കെ ഉയർത്തുക, ഭാരം, ഇതൊക്കെ വിധേയമാകണ ടൈം, സ്പേസ്, മാറ്റർ, ഇതിനൊക്കെ വിധേയനാകുന്നതിന് ഭാരം തോന്നുന്നതും ഭാരം ഉണ്ടാക്കുന്നതും ഇതൊന്നും ഒരു ഘടകമല്ല. ആ ചോദ്യം പോലും ഞങ്ങളുടെ മുമ്പിൽ അപ്രസക്തമാകുന്നു. ഇതേപോലെ പറയൂ, ആരാണ് ഈ അള്ളാഹ്? കാരണം ഇവര് വളരെ ആവേശഭരിതരായിട്ട് ഇടുന്ന ഒരു കാര്യമാണ് ട്രിനിറ്റി വേഴ്സസ് തൗഹീദ്. ഓക്കെ, ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയാണ്. ഞങ്ങളുടെ ആ ചർച്ചയിൽ വളരെ ഉത്സാഹത്തോടാണ് ഈ ഹാരിസ് മദനിയും പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ് ഈസയും വന്നത്. സാധാരണ ഇതിൽ ഈ മുഹമ്മദ് ഈസ ചർച്ചയ്ക്ക് വരാതെ പറയും നമുക്കൊന്നും നിലവാരമില്ല, അനിലയ്യപ്പന് നിലവാരമില്ല, ചാക്കോ പാഷക്ക് നിലവാരമില്ല, ജെറി തോമസിന് നിലവാരമില്ല. അപ്പൊ നിലവാരം ഇല്ലെന്ന് പറയാൻ കാരണം എന്തറിയോ? തെറി പറയുന്നു കൂടെ പറയും. ഇവരെല്ലാം തെറി പറയുന്നു. അപ്പൊ തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ മുഹമ്മദിന്റെ ജീവിതം പറയുന്നു എന്നേ അർത്ഥമുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നതിൽ ഞങ്ങൾക്കും തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത് തെറിയാണ് എന്നുള്ള ആ തിരിച്ചറിവ്, ആ കൺവിക്ഷൻ നല്ലതാണ്. എന്നാൽ